ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഫിയർ സ്ട്രീറ്റ് പ്രോം ക്യൂൻ. ഇതൊരു ഹൊറർ മൂവിയാണ്. ഫിയർ സ്ട്രീറ്റ് പ്രോം ക്യൂൻ നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് 28 Years Later. ഇതൊരു സോംബി ഹൊറർ മൂവിയാണ്. 28 Years Later ഹൊറർ മൂവി OTTയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് തണ്ടർബോൾട്സ്. മാർവൽ സ്റ്റുഡിയോസിന്റെ നിർമ്മാണത്തിൽ ജേക്ക് ഷ്രയർ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ മൂവിയാണ് തണ്ടർബോൾട്സ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. August 27 മുതൽ ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി സീരീസാണ് ദ ട്രയൽ സീസൺ 2. കാജോളിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഉമേഷ് വിസ്റ്റ് സംവിധാനം ചെയ്ത ഒരു ലീഗൽ ഡ്രാമ സീരീസാണ് ദ ട്രയൽ സീസൺ 2. സെപ്റ്റംബർ 19 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് കിങ്ഡം. വിജയ് ദേവരക്കൊണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം ടിന്നനൂരി രചനയും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കിങ്ഡം. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. August 28 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മാ. കാജോളിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിശാൽ ഫൂറിയ സംവിധാനം ചെയ്ത ഒരു ഹൊറർ മൂവിയാണ് മാ. OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് മൂവിയാണ് കൂലി. സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിൽ രജനികാന്ത് ഒരു ഗ്യാങ്സ്റ്റർ വേഷത്തിലാണ് എത്തുന്നതാണ് വിവരം. ചിത്രത്തിൽ ദേവ എന്ന കഥാപാത്രത്തെയാണ് രജനികാന്ത് അവതരിപ്പിക്കുന്നത്. മലയാളി താരം സൗബിൻ ഷാഹിറും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം ബോളിവുഡ് താരം അമീർ ഖാൻ ദഹ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നുണ്ട്. ഇവരോടൊപ്പം നാഗാർജുന, ശ്രുതി ഹാസൻ, ഉപേന്ദ്ര, സത്യരാജ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കും. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. 120 കോടി രൂപയ്ക്കാണ് ആമസോൺ പ്രൈം OTT റൈറ്റ്സ് നേടിയത്. ഇതിന്റെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റൂമർ. അടുത്തൊരു തമിഴ് മൂവിയാണ് തലൈവൻ തലൈവി. വിജയ് സേതുപതിയെയും നിത്യമേനോനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പാണ്ഡിരാജ് രചനയും സംവിധാനവും നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ആക്ഷൻ കോമഡി ചിത്രമാണ് തലൈവൻ തലൈവി. ആമസോൺ പ്രൈം വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു കന്നഡ മൂവിയാണ് സൂ ഫ്രം സോ. കന്നഡ നടനും സംവിധായകനുമായ രാജ്ബി ഷെട്ടിയുടെ പുതിയ ചിത്രമായ സൂ ഫ്രം സോ 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമാണ്. ഇതിന്റെ ബഡ്ജറ്റ് വെറും 5 കോടി മാത്രമാണ്. ഇതൊരു കോമഡി ചിത്രമാണ്. ആദ്യാവസാനം വരെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത്. OTT റിലീസ് ഡേറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചിത്രം ഓഗസ്റ്റ് അവസാനത്തോടെ OTTയിൽ റിലീസ് ചെയ്യുമെന്ന പുതിയ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു മലയാളം സീരീസാണ് കമ്മട്ടം. സുധേവ് നായരെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാൻ തുളസീധരൻ സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ സീരീസാണ് കമ്മട്ടം. സെപ്റ്റംബർ 5 C5ലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയതായി കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഡൊമിനിക്കിന്റെ OTT റിലീസ് ഡേറ്റ് വന്നിരിക്കുന്നത് August 28 അടുത്തത് ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ഗുണ്ടാസംഘങ്ങളും ക്രൈംസുമായി പോകുന്ന കൊച്ചിയെ തന്റെ പ്രവർത്തനങ്ങളോടെ മാറ്റിയെടുക്കുന്ന ACP ബെഞ്ചമിൻ ജോഷുവ. അങ്ങനെ ഇരിക്കെ ചില മോഷണങ്ങൾ നടക്കുകയും ഈ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഈ കഥ പറയുന്നത്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം ലാസ്റ്റ് വീക്കാണ് ഇതിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന മൂവിയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി, തുളസി, ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇത് ഒരു കോമഡി മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിന്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം ലാസ്റ്റ് വീക്ക് ആയിരിക്കും ഇതിന്റെ OTT റിലീസ്. അടുത്തൊരു മലയാളം മൂവിയാണ് ID ദ ഫേക്ക്. ധ്യാൻ ശ്രീനിവാസൻ, ദിവ്യ പിള്ളൈ, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ ശിവവിലാസം രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ID ദ ഫേക്ക്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. സൈനാപ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് മാസം ഇത് റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് സൂത്രവാക്യം. ഷൈൻ ടോം ചാക്കോ, വിൻസി അലോഷ്യസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി യൂജിയൻ ജോസ് ചിറമ്മൽ സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് സൂത്രവാക്യം. OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന മൂവിയാണ്. സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, ലുക്മാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മജു രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് പെരുമാനി. ഇത് ഒരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സൈനാപ്ലേ വഴി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.